DIY എനിത്തിങ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്, പ്രസ്റ്റീജിൻ്റെ പിക്ക് 1.0. ഇതിൻ്റെ സ്വിച്ച് ഡാമേജിലാണ്. ഫ്രൈ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, പ്ലസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓൺ ഓഫ് ചെറിയൊരു സ്റ്റെപ്പുണ്ട്. ഹീറ്റ് മിൽക്ക് ഓക്കെ. പിന്നെ വരുന്ന സൂപ്പ് ഓക്കെയാണ്, പോളിഷ് ഓക്കെയാണ്. സൂപ്പ് സൂപ്പിൻ്റെ സ്വിച്ച് ആ ചെറിയൊരു കംപ്ലൈൻറ്റ് ഇടയ്ക്കുണ്ട്. ഇടയ്ക്ക് വർക്ക് ചെയ്യണം, അപ്പോൾ സ്വിച്ച് ഒന്ന് റീപ്ലേസ് ചെയ്യണം. ഈ സ്വിച്ചും കൂടെ ഒന്ന് മാറേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. അപ്പോൾ ഈ ബോർഡൊന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്വിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇതിനകത്തൊരു അഴുക്കൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് NC തിന്നറാണ്. ഈ തിന്നർ ഉപയോഗിച്ചിട്ട് ഈ കൺട്രോൾ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ തിന്നർ ഇല്ലെങ്കിൽ IP സൊല്യൂഷൻ യൂസ് ചെയ്തും ഈ കൺട്രോൾ ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്വിച്ചുകൾ. നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ബട്ടൺസ്, ഒന്ന് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്, പിന്നെ വരുന്നത് ഒരു പ്ലസ് ബട്ടൺ, പിന്നെ മൈനസ്, പിന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നേരെ കാണുന്ന ടൈമറിൻ്റെ ഒരു ബട്ടൺ, പിന്നെ ക്യാൻസൽ ബട്ടൺ, പിന്നെ വരുന്നത് സോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആ ബട്ടൺ മാറണം. പിന്നെ നമുക്ക് വരുന്നത് ക്വിക്ക് ഫ്രൈ, അത് ചെറിയൊരു ഇടയ്ക്കിടയ്ക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും സ്വിച്ചുകളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്വിച്ചാണ് മാറുന്നത്. ഇതിൻ്റെ പേര് മൈക്രോ സ്വിച്ചാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് നേരെ ഈ ബോർഡിലേക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യണം. കൺട്രോൾ ബോർഡിലിരിക്കുന്ന സ്വിച്ചസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഡീസോൾഡറിംഗ് പമ്പ് ഉപയോഗിച്ച് ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്വിച്ചസ് ഇങ്ങനെ തന്നെ ചെയ്യണം. സോൾഡർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബോർഡൊന്ന് തിരിച്ചിട്ട് സ്വിച്ച് വഴി റിമൂവ് ചെയ്യാം. ഇങ്ങനെ എല്ലാ സ്വിച്ചസും റിമൂവ് ചെയ്യുക. ഇപ്പോൾ പുതിയ സ്വിച്ച് നേരെ കണക്ട് ചെയ്തു. ഇനി അതിനകത്തേക്ക് സോൾഡർ ചെയ്യണം.
സോൾഡർ പേസ്റ്റ് ചെയ്യാൻ 4 ലെഗിലും. ഈ സ്വിച്ചസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഇത് പുതിയ സ്വിച്ചസ്, പുതിയ മൈക്രോ സ്വിച്ച് അതിനകത്തേക്ക് സോൾഡർ ചെയ്യണം. മൈക്രോ സ്വിച്ച് എല്ലാം സോൾഡർ ചെയ്യണം. മൈക്രോ സ്വിച്ചിൻ്റെ 4 ലെഗുണ്ട്. 4 ലെഗും നമ്മൾ സോൾഡർ ചെയ്തിരിക്കണം. ഒന്നും മിസ്സാവരുത്. നമ്മൾ സ്വിച്ചസ് എല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് അത് ഡ്രൈ സോൾഡർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഇത് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ഹീറ്റ് വളരെയധികം ഹീറ്റ് ഇതിൻ്റെ കൺട്രോൾ ബോർഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ സോൾഡർ ചിലപ്പോൾ കാണും. അപ്പോൾ സോൾഡർ എവിടെയെങ്കിലും പൊട്ടിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് സോൾഡർ അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. ഞാൻ കണ്ട ഡ്രൈ സോൾഡർ കണ്ടതായിട്ടുള്ള പോർഷൻസ് ഒന്ന് വീണ്ടും സോൾഡർ ചെയ്യാണ്. ഡ്രൈ സോൾഡർ ആണെങ്കിൽ കൃത്യമായിട്ട് കണക്ഷൻ കിട്ടില്ല. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സോൾഡർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കണക്ഷൻ കിട്ടും. സോൾഡർ ചെയ്യുമ്പോൾ അത് അടുത്ത ലെഗുമായിട്ട് കൂട്ടിമുട്ടാതെ നോക്കണം. നിങ്ങൾ സോൾഡർ ചെയ്തതിന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോർഡ് ഡാമേജ്ഡ് ആയി പോകും. എപ്പോഴും ഇൻഡക്ഷൻ കുക്കറിൽ വരുന്നൊരു പ്രോബ്ലമാണ് ഇത് ഡ്രൈ സോൾഡർ ആവുന്നത്. കാരണം ഇത് ഓവർ ഹീറ്റാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സോൾഡർ ചെയ്ത പോർഷനിൽ അതിൻ്റെ ഫ്ലെക്സ് ഉണ്ടാകും. അപ്പോൾ അത് ഒന്നിൽ IP സൊല്യൂഷൻ യൂസ് ചെയ്തോ തിന്നർ യൂസ് ചെയ്തോ അത് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. നമുക്ക് IP സൊല്യൂഷനും തിന്നറും യൂസ് ചെയ്യും. ഇതിനകത്ത് IP സൊല്യൂഷനും തിന്നറും നമ്മൾ യൂസ് ചെയ്യാൻ കാര്യം അത് ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്ത് പോയിക്കോളും, ബോർഡിൽ ഇരിക്കത്തില്ല. അതുപോലെ ബോർഡ് ക്ലീനായി കിട്ടുകയും ചെയ്യും. അത് മണ്ണെണ്ണയോ പെട്രോളോ ഒന്നും ഉപയോഗിച്ച് ചെയ്യരുത്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൺട്രോൾ ബോർഡ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യും. നമുക്കൊരു സ്ക്രൂസൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ സ്ക്രൂസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ആ സ്ക്രൂവിന് മാച്ച് ചെയ്യുന്ന സെയിം സ്ക്രൂ ഡ്രൈവർ തന്നെ എടുക്കണം. പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ, മൈനസ് ആണെങ്കിൽ മൈനസ് സ്ക്രൂ ഡ്രൈവർ തന്നെ യൂസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്താൽ ഈ സ്ക്രൂവിൻ്റെ ഹെഡ് ഡാമേജ്ഡ് ആവും. പിന്നീട് നമുക്കത് ടൈറ്റ് ചെയ്യാനോ അഴിക്കാനോ ഒന്നും പറ്റത്തില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡക്ഷൻ കുക്കറിലേക്ക് അത് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യും. എല്ലാ സ്വിച്ചസും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. എല്ലാ സ്ക്രൂസിനകത്ത് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അയച്ച സ്ക്രൂസ് എല്ലാം തിരിച്ച് അതിനകത്തേക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് DIY anything, come back with another episode. Until then, bye bye.